ദൈവത്തിന്റെ പുഞ്ചിരിയും സാത്താന്റെ കെണിയും. ആമുഖം. ആകാശസീമകൾക്കപ്പുറം പ്രകാശത്തിന്റെ സിംഹാസനത്തിലിരുന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കി. അവിടെ മനുഷ്യർ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വലിയ മതിൽക്കെട്ടുകൾ പണിയുന്ന തിരക്കിലായിരുന്നു. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞ് അവർ പരസ്പരം പോരടിക്കുന്നത് കണ്ട് സ്രഷ്ടാവിന് ചിരിയാണ് വന്നത്. മനുഷ്യരുടെ ഈ വിഡ്ഢിത്തം കണ്ട് ദൈവം പരിഹസിച്ച് ചിരിക്കുമ്പോൾ ഭൂമിയുടെ ഇരുണ്ട കോണിലിരുന്ന് സാത്താൻ മറ്റൊരു കെണിയൊരുക്കുകയായിരുന്നു. പ്രളയവും മാറ്റമില്ലാത്ത മനുഷ്യനും. 2018 മനുഷ്യരെ ഒന്നിപ്പിക്കാൻ ദൈവം ഒരു മഹാപ്രളയം നൽകി. അന്ന് ജാതിയും മതവും മറന്ന് മനുഷ്യർ കൈകോർത്തു. പക്ഷേ പ്രളയജലം ഇറങ്ങിയതോടെ മനുഷ്യൻ വീണ്ടും പഴയപടിയായി. 2030 ആയപ്പോഴേക്കും സാത്താൻ തന്റെ തന്ത്രം മാറ്റി. അവൻ ലക്ഷ്യം വെച്ചത് മുതിർന്നവരെയല്ല, മറിച്ച് വരും തലമുറയെ, കുട്ടികളെയായിരുന്നു. ലഹരിയുടെയും അന്ധകാരത്തിന്റെയും ലോകത്തേക്ക് അവൻ അവരെ ക്ഷണിച്ചു. ഉണ്ണിയും രാജയും. ഈ കാലഘട്ടത്തിലാണ് ഉണ്ണിയും രാജയും വളർന്നു വന്നത്. ഉണ്ണി ദൈവവഴി തിരഞ്ഞെടുത്ത് സെമിനാരിയിൽ വൈദികനാകാൻ പഠിച്ചു. എന്നാൽ രാജ പണക്കൊഴുപ്പിലും ലഹരിയുടെ ഇരുട്ടിലും മുങ്ങിപ്പോയി. സാത്താൻ രാജയെ തന്റെ ഒരു ആയുധമാക്കി മാറ്റി. സെമിനാരിയിൽ പഠിക്കുമ്പോഴും ഉണ്ണി ബാസ്കറ്റ്ബോൾ മത്സരങ്ങളിൽ സജീവമായിരുന്നു. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഉണ്ണിയുടെ സെമിനാരി ടീമും രാജയുടെ ലഹരിയിൽ മയങ്ങിയ ടീമും ഏറ്റുമുട്ടി. പോരാട്ടവും തിരിച്ചറിവും. രാജയുടെ ടീം ചതിയിലൂടെ ജയിക്കാൻ ശ്രമിച്ചെങ്കിലും ഉണ്ണിയുടെ പ്രാർത്ഥനയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായി ഉണ്ണിയുടെ ടീം വിജയിച്ചു. ഈ തോൽവി രാജയുടെ അഹങ്കാരത്തെ മുറിപ്പെടുത്തി. ഉണ്ണിയെ ഉപദ്രവിക്കാൻ അവൻ പദ്ധതിയിട്ടു. ഇതറിഞ്ഞ ഉണ്ണി ഭയന്നില്ല. അവൻ രാജയുടെ വീട്ടിലെത്തി സ്നേഹത്തോടെ അവനെ തിരുത്താൻ ശ്രമിച്ചു. ആദ്യം അത് കേൾക്കാൻ രാജ തയ്യാറായില്ല. അന്ത്യം പ്രകാശത്തിന്റെ വിജയം. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. രാജയുടെ സുഹൃത്തുക്കൾ ലഹരിമരുന്നിന്റെ അമിത ഉപയോഗം കാരണം ഓരോരുത്തരായി മരണപ്പെട്ടു. തന്റെ കൺമുന്നിൽ പ്രിയപ്പെട്ടവർ വീഴുന്നത് കണ്ട രാജ ഭയന്നുപോയി. ആ നിമിഷം ദൈവത്തിന്റെ വിളി അവനെ തേടിയെത്തി. രാജലഹരിയുടെ ലോകം എന്നേക്കുമായി ഉപേക്ഷിച്ചു. സാത്താൻ പരാജയപ്പെടുകയും ഉണ്ണിയുടെ പ്രാർത്ഥനയിലൂടെ രാജ ഒരു നല്ല മനുഷ്യനായി മാറുകയും ചെയ്തു. സ്വർഗത്തിലിരുന്ന ദൈവം സന്തോഷത്തോടെ പുഞ്ചിരിച്ചു.